ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈമുനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ നോമ്പ് തുറേൻ്റെ 2ാം ദിവസത്തെ വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്നും പത്തിരി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇന്ന് പത്തിരിയുടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പത്തിരിയൊക്കെ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചു. കാരണം ഇന്നലെ നമുക്ക് കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു എല്ലാം ആകാനൊക്കെ. അപ്പം ഇന്ന് നേരത്തെ തന്നെ പത്തിരി റെഡിയാക്കി വെച്ചു. പത്തിരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ നിസ്കരിക്കാനൊക്കെ പോയത്. നിസ്കാരം കഴിഞ്ഞ് വന്നാൽ തന്നെ നമ്മൾ ചിക്കൻ കറി റെഡിയാക്കി. അപ്പം സവാളയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് ചിക്കൻ വേവിച്ചിട്ട് തേങ്ങ അരച്ച് ഒഴിക്കുക ആണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ കറിയൊക്കെ റെഡിയാക്കി എടുത്തു. കറിയൊക്കെ വേവാനായിട്ട് വെച്ചിട്ട് നമ്മൾ പിന്നെ ജ്യൂസ് റെഡിയാക്കിട്ടോ. ഇത് ജ്യൂസ് ഉണ്ടാക്കണ മാങ്ങാ ജ്യൂസാണ്. അപ്പോൾ ജ്യൂസൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ പിന്നെ സമൂസക്കുള്ള മസാലകളൊക്കെ റെഡിയാക്കിട്ടോ. അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെയായിട്ടുണ്ട്. ഇന്നലെ സമൂസയും പഴംപൊരിയൊക്കെ തന്നെ ഇന്നും അതന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സമൂസൻ്റെ മസാലയൊക്കെ അവിടെ വേവാനായി വെച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് തരി കാച്ചിയെടുത്തിട്ടോ. അപ്പോൾ തരി കാച്ചുന്നത് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടെടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചെടുത്തിട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കൂവയും തരിയൊക്കെ കച്ചി വെക്കാൻ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാമല്ലോ വെള്ളം തിളപ്പിച്ച് വെച്ചാലില്ലേ. പിന്നെ അതുകൊണ്ട് തന്നെ ചായ ഉണ്ടാക്കാം. അങ്ങനെ തരിയൊക്കെ കാച്ചിയെടുത്തു. പിന്നെ തരിയൊക്കെ ഇവിടെ കുറച്ച് മതിട്ടോ. ആർക്കും അതങ്ങനെ വലിയ ഇഷ്ടമല്ല. എനിക്ക് മസ്റ്റാണ് തരിക്കഞ്ഞി കൂവയൊക്കെ കേട്ടോ. അപ്പം അതാണത് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മളെ തരിക്കഞ്ഞിയൊക്കെ ഇവിടെ റെഡിയായി. ഈ നോമ്പിന് തരിക്കഞ്ഞിയും ജീരകക്കഞ്ഞിയൊക്കെ ആണ് എനിക്കൊരു ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണോന്ന് അറിയില്ല. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ആരും കുടിച്ചിട്ടില്ലെങ്കിലും കുറച്ച് ജീരകക്കഞ്ഞിയും തരിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. എന്നാലേ ഒരു നോമ്പിൻ്റെ ഒരു ഉഷാറ് കിട്ടിയ പോലെ തോന്നുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് കൂവയൊക്കെ കാച്ചിയെടുത്തു. കൂവയും ഇവിടെ ആരും കുടിക്കൂല കേട്ടോ. അത് ഞാൻ തന്നെ കുടിക്കുള്ളൂ. പിന്നെ നമ്മൾ കറിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ തേങ്ങ കൊഴിച്ച് അതൊന്ന് റെഡിയാക്കിയെടുത്തു. നമ്മൾ സമൂസ ഫില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സമൂസ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ എളുപ്പമാണല്ലോ അല്ലേ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അത് ഫില്ല് ചെയ്തെടുത്താൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. നമ്മൾ സമൂസയൊക്കെ ഫില്ല് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എല്ലാവരുടെ നോമ്പിൻ്റെ ഒരുക്കങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ സമൂസയൊക്കെ ഫില്ല് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സമൂസയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സമൂസയൊക്കെ പൊരിച്ചെടുക്കുന്ന മക്കളാണ് കേട്ടോ. അവർ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അവരെല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നു. അവർക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ എല്ലാത്തിനും അവർ ഹെൽപ്പ് ഉണ്ടാവും. നമ്മൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ മതി. ഒക്കെ ടേബിളിൽ കൊണ്ടുവെക്കാനും വെള്ളവും എല്ലാം റെഡിയാക്കി വെക്കും കേട്ടോ. അപ്പോൾ എനിക്കതിങ്ങനെ ചെയ്തെടുത്താൽ മാത്രം മതി. സമൂസയൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ നമ്മൾ പഴംപൊരിയും കൂടി ഉണ്ടാക്കി.
അപ്പോൾ പഴംപൊരിക്ക് നമുക്ക് ഇന്നലത്തെ മാവ് തന്നെ ബാക്കി ഉണ്ടായിട്ടോ, പിന്നെ പഴം പൊരിച്ചെടുത്താൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നോമ്പ് തരം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ നോമ്പൊക്കെ തുറന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പിന്നെ നോമ്പൊക്കെ തുറന്ന് പിന്നെ നിസ്കാരം തറാവിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളെ കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ. ജീരകക്കഞ്ഞി, കഞ്ഞിക്ക് കൂട്ടാൻ അച്ചാറാണ് കേട്ടോ. നാരങ്ങ അച്ചാറും കൂട്ടി നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ചു. ഒന്ന് ഇത്രയൊക്കെ ഉള്ളൂ.